എല്ലാവർക്കും ഡയറക്റ്റ് ഹോം PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, അതിനുശേഷം ഈ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഈ കേരള സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതു സേവനങ്ങളിലേക്കും തസ്തികകളിലേക്കും നിയമിക്കപ്പെട്ട വ്യക്തികളുടെ റിക്രൂട്ട്മെൻറ്റും സേവന വ്യവസ്ഥകളും നിയന്ത്രിക്കുന്ന നിയമമാണ് ഈ 1968 കേരള പബ്ലിക് സർവീസ് ആക്ട്. എന്താണ്? കേരള സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പൊതു സേവനങ്ങളിലേക്കും തസ്തികകളിലേക്കും നിയമിക്കപ്പെട്ട വ്യക്തികളുടെ റിക്രൂട്ട്മെൻറ്റും സേവന വ്യവസ്ഥകളും നിയന്ത്രിക്കുന്നതിനുള്ള നിയമമാണ് 1968 കേരള പബ്ലിക് സർവീസ് ആക്ട്. നെക്സ്റ്റ്, ഈ കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്ന ഡേറ്റ് കറക്റ്റായി ചോദിച്ചു കഴിഞ്ഞാൽ 1968 സെപ്റ്റംബർ മാസം 17 അപ്പോൾ കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്ന തീയതി മുഴുവനായിട്ട് പഠിച്ചു വയ്ക്കുക. 1968 സെപ്റ്റംബർ മാസം 17. നെക്സ്റ്റ്, അപ്പോൾ ഈ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ഈ ഒരു നിയമത്തിലെ വകുപ്പ് 2/2 പ്രകാരം ഈ വകുപ്പിന് കീഴിലുള്ള എല്ലാ നിയമങ്ങളും നിയമസഭയുടെ മുമ്പാകെ ഒരു സെഷനിലോ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള 2 സെഷനുകൾ ഉൾപ്പെടുന്ന 14 ദിവസത്തെ മൊത്തം കാലയളവിൽ സ്ഥാപിക്കേണ്ടതാണ്. എന്താണ്? ഈ കേരള പബ്ലിക് സർവീസ് ആക്ട് എന്ന നിയമത്തിലെ വകുപ്പ് 2 സബ്സെക്ഷൻ 2 പ്രകാരം ഈ വകുപ്പിന് കീഴിലുള്ള എല്ലാ നിയമങ്ങളും നിയമസഭയുടെ മുമ്പാകെ ഒരു സെഷനിലോ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള 2 സെഷനുകൾ ഉൾപ്പെടുന്ന 14 ദിവസത്തെ മൊത്തം കാലയളവിൽ സ്ഥാപിക്കേണ്ടതാണ്. അടുത്തൊരു ഫാക്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരം 1968 സെപ്റ്റംബർ മാസം 16 വരെ രൂപീകൃതമായ കേരളത്തിലെ എല്ലാ സർവീസ് നിയമങ്ങളും ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതായി വ്യവസ്ഥ ചെയ്തിട്ടുള്ള വകുപ്പാണ് വകുപ്പ് 3. അപ്പോൾ ഈ വകുപ്പ് 3 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരം 1968 സെപ്റ്റംബർ മാസം 16 വരെ രൂപീകൃതമായിട്ടുള്ള കേരളത്തിലെ എല്ലാ സർവീസ് നിയമങ്ങളും ഈ പറഞ്ഞ പോലെ വകുപ്പ് 3 എന്നൊരു ഇതിന് കീഴിലാണ് വരുന്നത്. എല്ലാ സർവീസ് നിയമങ്ങളും ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതായി വ്യവസ്ഥ ചെയ്തിട്ടുള്ള വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് 3 എന്ന് പറയാം. അപ്പോൾ അത്രയുമാണ് കേരള പബ്ലിക് സർവീസ് ആക്ട്. അപ്പോൾ അത് നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1968 സെപ്റ്റംബർ മാസം 17. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 1958. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 അനുസരിച്ചാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഈ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ 1958. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 ഭാഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 3 ഭാഗമാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 ഭാഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 3 ഭാഗമുണ്ട്. നെക്സ്റ്റ്, പൊതുവായ വിഷയങ്ങളെയും അവയുടെ നിർവചനങ്ങളെയും കുറിച്ചാണ് ഭാഗം 1 പറയുന്നത്. അപ്പോൾ നമ്മളതിൽ ഈ പറഞ്ഞ ആക്റ്റിൽ അല്ലെങ്കിൽ റൂളിൽ 3 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിൽ ഭാഗം 1, ഭാഗം 2, ഭാഗം 3 അതിലെന്തൊക്കെ ഉൾപ്പെടുന്നതെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഭാഗം 1 പെടുന്ന വിഷയങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ പൊതുവായ വിഷയങ്ങളും അവയുടെ നിർവചനങ്ങളെയും കുറിച്ചാണ് ഭാഗം 1 പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗം 2 സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പൊതുവായ നിയമങ്ങൾ, അതായത് ജനറൽ റൂൾസിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി ഭാഗം 3 എടുത്തു കഴിഞ്ഞാൽ വിവിധ സർവീസിലേക്കുള്ള സ്പെഷ്യൽ റൂൾസിനെ പറ്റിയാണ് ഭാഗം 3 പ്രതിപാദിക്കുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 3 ഭാഗങ്ങളുണ്ട്. ഭാഗം 1 പറയുന്നത് പൊതുവായ വിഷയങ്ങളും അവയുടെ നിർവചനങ്ങളും. ഭാഗം 2 പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പൊതുവായിട്ടുള്ള നിയമങ്ങൾ. അതുപോലെ തന്നെ ഭാഗം 3 പ്രതിപാദിക്കുന്നത് വിവിധ സർവീസിലേക്കുള്ള സ്പെഷ്യൽ റൂൾസിനെ പറ്റിയാണ്. അടുത്തൊരു ഫാക്റ്റ്,
ഈ നിയമത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 14. അപ്പോൾ ഈ നിയമപ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിൻ്റെ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 2/14. നെക്സ്റ്റ്, ഈ ഒരു നിയമപ്രകാരം പട്ടികജാതിയിലെ ഉപവിഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 53 എണ്ണമാണ്. അതുപോലെ തന്നെ പട്ടികവർഗത്തിലെ ഉപവിഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ 36. അപ്പോൾ ഈ നിയമപ്രകാരം പട്ടികജാതിയിലെ ഉപവിഭാഗങ്ങൾ 53ഉം പട്ടികവർഗത്തിലെ ഉപവിഭാഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 36ഉമാണ്. നെക്സ്റ്റ്, സർക്കാർ വകുപ്പുകളിലെ താൽക്കാലിക നിയമനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 9. അപ്പോൾ സെക്ഷൻ 9 എന്ന് പറയുന്നത് സർക്കാർ വകുപ്പുകളിലെ താൽക്കാലിക നിയമനത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ്. നെക്സ്റ്റ്, ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ, പിരിച്ചുവിടൽ, പ്രൊബേഷൻ കാലയളവ് നീട്ടൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 19. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ, പിരിച്ചുവിടൽ, പ്രൊബേഷൻ കാലയളവ് നീട്ടൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 19. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 2 സെക്ഷൻ നമുക്ക് നോക്കാം. അതായത് സെക്ഷൻ 9 എന്ന് പറയുന്നത് സർക്കാർ വകുപ്പുകളിലെ താൽക്കാലിക നിയമനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്, അതാണ് സെക്ഷൻ 9. ഈ സെക്ഷൻ 19 എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ, അതുപോലെ തന്നെ പിരിച്ചുവിടൽ, പ്രൊബേഷൻ കാലയളവ് നീട്ടൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പോൾ അത്രയുമാണ് ഈ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ നമുക്ക് നോക്കാനുള്ള ഫാക്റ്റുകൾ. നെക്സ്റ്റ്, കേരള സർവീസ് റൂൾസ് 1959. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്തിട്ട് കേരള സംസ്ഥാനത്തിൻ്റെ കീഴിൽ ഏകീകരിക്കുന്നതിനായിട്ട് രൂപപ്പെടുത്തിയ ഏകീകൃത ചട്ടങ്ങൾ അടങ്ങിയ നിയമമാണ് കേരള സർവീസ് റൂൾസ്. അപ്പോൾ കേരള സർവീസ് റൂൾസ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനം നിലവിൽ വരുന്ന സമയത്ത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്തിട്ട് കേരള സംസ്ഥാനത്തിൻ്റെ കീഴിൽ ഏകീകരിക്കാനായി രൂപപ്പെടുത്തിയ ഏകീകൃതമായിട്ടുള്ള ചട്ടങ്ങൾ അടങ്ങിയ നിയമമാണ് കേരള സർവീസ് റൂൾസ് 1959. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരം തന്നെയാണ് ഈ കേരള സർവീസ് റൂൾസും രൂപപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 309 എന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന കേരള സർവീസ് റൂൾസും നിലവിൽ വന്നത് അല്ലെങ്കിൽ രൂപപ്പെട്ടത് 309 ആർട്ടിക്കിൾ പ്രകാരമാണ്. നെക്സ്റ്റ്, കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നത് 1959 നവംബർ മാസം 1-നാണ്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സർവീസ് റൂൾസ് നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1959 നവംബർ മാസം 1-നാണ്. നെക്സ്റ്റ്, 1956 നവംബർ മാസം 1 മുതൽ കേരള സംസ്ഥാന സർവീസിൽ നിയമനം നേടിയ എല്ലാ ഓഫീസർമാർക്കും ഈ നിയമം ബാധകമാണ്. അപ്പോൾ 1956 നവംബർ 1 മുതൽ ഈ കേരള സംസ്ഥാന സർവീസിൽ നിയമനം നേടിയ എല്ലാ ഓഫീസർമാർക്കും ഈ നിയമം ബാധകമാണ്. നെക്സ്റ്റ്, കേരള സർവീസ് റൂൾസിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഭാഗം 1, ഭാഗം 2, ഭാഗം 3. അപ്പോൾ ഭാഗം 1 എന്ന് പറയുന്നത് സേവനത്തിൻ്റെ പൊതുവായ വ്യവസ്ഥകൾ, അതുപോലെ തന്നെ ശമ്പളം നിശ്ചയിക്കൽ, ലീവ്, ജോയിൻ ചെയ്യുന്ന സമയം, വിദേശ സേവനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഇരിക്കുന്നു. അതിൽ ഭാഗം 1 എന്ന് പറയുന്നത് ഏതൊക്കെ പെടും? സേവനത്തിൻ്റെ പൊതുവായ വ്യവസ്ഥകൾ, ശമ്പളം നിശ്ചയിക്കൽ, ലീവ്, ജോയിൻ ചെയ്യുന്ന സമയം, വിദേശ സേവനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 1. അതുപോലെ തന്നെ ഭാഗം 1-ൽ ഉൾപ്പെട്ടിരിക്കുന്ന അധ്യായങ്ങൾ 11 എണ്ണം. ഭാഗം 1-ൽ ഉൾപ്പെട്ടിരിക്കുന്ന ചട്ടങ്ങൾ 1 മുതൽ 159 വരെ 159. അപ്പോൾ നമ്മുടെ ഈ കേരള സർവീസ് റൂൾസിലെ ഭാഗം 1-ൽ ഉൾപ്പെടുന്ന അധ്യായങ്ങളാണ് 11. അതുപോലെ തന്നെ അതിൽ ഉൾപ്പെടുന്ന ചട്ടങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 159 വരെയാണ്. ഇനി ഭാഗം 2-ൻ്റെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ യാത്രാ ചെലവുകളുമായി ബന്ധപ്പെട്ട നിയമമാണ് ഭാഗം 2-ൽ. ഭാഗം 2-ൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ യാത്രാ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ ഭാഗം 2-ൽ ഉൾപ്പെടുന്ന അധ്യായങ്ങൾ 5 എണ്ണമാണ്. അതുപോലെ തന്നെ ഭാഗം 2-ൽ ഉൾപ്പെടുന്ന ചട്ടങ്ങൾ 1 മുതൽ 116 വരെ. എന്താണ് ഭാഗം 2-ൽ ഉൾപ്പെടുന്ന അധ്യായങ്ങൾ 5, അതിലുൾപ്പെടുന്ന ചട്ടങ്ങൾ 1 മുതൽ 116 വരെ. നെക്സ്റ്റ്, ഭാഗം 3. ഭാഗം 3-ൽ പെടുന്ന വിഷയം എന്താണെന്നുണ്ടെങ്കിൽ
പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഭാഗം 3 പെടുന്നത്. അപ്പോൾ ഈ ഭാഗം 3 ഉൾപ്പെടുന്ന അധ്യായങ്ങൾ 10 അതുപോലെ തന്നെ ഭാഗം 3 ഉൾപ്പെടുന്ന ചട്ടങ്ങൾ 1 മുതൽ 151 വരെ. അപ്പോൾ എന്താ പറഞ്ഞത്, ഭാഗം 3 ഉൾപ്പെടുന്ന വിഷയം പെൻഷനുമായി സംബന്ധിച്ചതാണ്. അതുപോലെ തന്നെ ഭാഗം 3 10 അധ്യായങ്ങളും പിന്നെ അതിൽ ഉൾപ്പെടുന്ന ചട്ടങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 151 വരെ, അതായത് 151 വരെയാണ്. അപ്പോൾ അത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തൊരു ടോപ്പിക് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള സിവിൽ സർവീസസ് നിയമം 1960. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 350 പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കേരള സർക്കാർ രൂപപ്പെടുത്തിയ ഒരു നിയമമാണ് 1960 കേരള സിവിൽ സർവീസസ് നിയമം. എന്താണ് 1960 കേരള സിവിൽ സർവീസസ് നിയമം എന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 350 പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കേരള സർക്കാർ രൂപപ്പെടുത്തിയ മറ്റൊരു നിയമമാണിത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്, അതുപോലെ തന്നെ കേരള സർവീസ് റൂൾസ്, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കേരള സിവിൽ സർവീസസ് നിയമം, ഇതൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 309 ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കേരള സിവിൽ സർവീസസിൽ പരാമർശിക്കപ്പെട്ടിരുന്ന വിഷയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 9ഓളം വിഷയങ്ങളുണ്ട്. അതിൽ ഭാഗം 1 ജനറൽ എന്ന കാറ്റഗറി പെടുന്നു. ഭാഗം 2 ഉദ്യോഗസ്ഥരുടെ വർഗീകരണം, അതായത് സ്റ്റേറ്റ് സർവീസ്, സബോർഡിനേറ്റ് സർവീസ് എന്നിങ്ങനെ. പിന്നെ ഈ നിയമത്തിലെ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവീസുകളാണ് സ്റ്റേറ്റ് സർവീസുകൾ. അതുപോലെ തന്നെ ഈ നിയമത്തിലെ ഷെഡ്യൂൾ 2, അതായത് പട്ടിക 2 ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവീസുകളാണ് സബോർഡിനേറ്റ് സർവീസുകളിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമ്മളിതിൽ അതായത് കേരള സിവിൽ സർവീസ് നിയമത്തിലെ 2 പ്രധാനപ്പെട്ട ഷെഡ്യൂൾ നോക്കി. ഷെഡ്യൂൾ 1 ഉൾപ്പെടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സർവീസുകൾ, അതുപോലെ തന്നെ ഷെഡ്യൂൾ 2 ഉൾപ്പെടുന്നതാണ് സബോർഡിനേറ്റ് സർവീസുകൾ. അതുപോലെ ഇനി ബാലൻസ് പറയാനുള്ളത് നമുക്ക് ഈ ഭാഗം 1 ഭാഗം 2 നോക്കി. ഇനി ഭാഗം 3 എന്താണെന്നുണ്ടെങ്കിൽ നിയമന അധികാരികൾ, അവരെ കുറിച്ചിട്ടാണ് ഭാഗം 3 പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഭാഗം 4 പറയുന്നത് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അപ്പോൾ ഭാഗം 4 പറയുന്നത് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഇനി ഭാഗം 5 ഡിസിപ്ലിനെ സംബന്ധിച്ച്, ഭാഗം 6 അപ്പീലുകളെ സംബന്ധിച്ച്, ഭാഗം 7 റിവ്യൂ എന്നൊരു കാറ്റഗറിനെ സംബന്ധിച്ചിട്ട്, ഭാഗം 8 റിപ്പോർട്ട് സമർപ്പണം, ഭാഗം 9 മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ഈ കേരള സിവിൽ സർവീസ് ആക്ട് 1960 സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന 9 വിഷയങ്ങൾ പറഞ്ഞു. ഭാഗം 1 ജനറൽ, ഭാഗം 2 ഉദ്യോഗസ്ഥരുടെ വർഗീകരണം, ഭാഗം 3 നിയമന അധികാരികളെക്കുറിച്ച്, ഭാഗം 4 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭാഗം 5 ഡിസിപ്ലിൻ, ഭാഗം 6 അപ്പീലുകൾ, ഭാഗം 7 റിവ്യൂ എന്ന കാറ്റഗറി, ഭാഗം 8 റിപ്പോർട്ട് സമർപ്പണം, ഭാഗം 9 മറ്റു കാര്യങ്ങൾ, മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തൊരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ച വൈസ്രോയാണ് ലഫ്റ്റനന്റ് പ്രഭു. അതുപോലെ തന്നെ ഈ സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം വീണ്ടും 21 വയസ്സിലേക്ക് ഉയർത്തിയത് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പൺ പ്രഭുവാണ്. തെറ്റരുത്, മനസ്സിലാക്കി വേർതിരിച്ച് പഠിക്കുക. സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായപരിധി 21 നിന്നും 19 വയസ്സായി കുറച്ചത് ലഫ്റ്റനന്റ് പ്രഭുവാണ്. അതുപോലെ തന്നെ ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി വീണ്ടും 21 ഉയർത്തിയത് റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക് എന്താണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ് സർവൻസ് കണ്ടക്ട് റൂൾ 1960 ആണ്. അതിൽ ആദ്യത്തെ ഫാക്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 309 പ്രകാരം കേരള സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു നിയമമാണ് കേരള ഗവൺമെൻറ് സർവൻസ് കണ്ടക്ട് റൂൾ 1960. അതുപോലെ തന്നെ അടുത്തൊരു ഫാക്റ്റ്, ഈ നിയമത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ കേരള ഗവൺമെൻറ് സർവൻസ് കണ്ടക്ട് റൂളിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു പോകുന്നുണ്ട്. നെക്സ്റ്റ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ അംഗമാകരുതെന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പങ്കെടുക്കരുതെന്നും പറയുന്ന വകുപ്പാണ്
സെക്ഷൻ 67 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു നിയമപ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ അംഗമാകരുതെന്നും മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും പങ്കെടുക്കരുതെന്നും പറയുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 67 എന്ന് പറയുന്നത്. ഇനി വേറെ സബ് സെക്ഷൻ പഠിക്കാനുണ്ട് 67A. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഏതെങ്കിലും വർഗീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ മതപരമായ സംഘടനകളുടെയോ അല്ലെങ്കിൽ അത്തരം ട്രസ്റ്റിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല. അപ്പോൾ 67A എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വർഗീയ അല്ലെങ്കിൽ മതപരമായ സംഘടനയുടെയോ അല്ലെങ്കിൽ അത്തരം സ്വഭാവമുള്ള ട്രസ്റ്റിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 2014 കേരള ഗവൺമെൻറ് സർവൻസ് റൂൾസ് ഭേദഗതി നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പ് കൂടിയാണ് 67A. അപ്പോൾ ഈ 67A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 കേരള ഗവൺമെൻറ് സർവൻസ് റൂൾസ് ഭേദഗതി നിയമപ്രകാരമാണ് ഈ ഒരു 67A എന്നൊരു വകുപ്പ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ നമ്മൾ 67Aയും പഠിച്ചു, 67 എന്നൊരു സെക്ഷനും പഠിച്ചു. അപ്പോൾ അടുത്ത ഫാക്റ്റ്, സർക്കാർ ജീവനക്കാർ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള കർത്തവ്യ നിർവഹണ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് 93B. അപ്പോൾ പറഞ്ഞത്, സർക്കാർ ജീവനക്കാർ അവരുടെ ഔദ്യോഗിക അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് 93B എന്ന് പറഞ്ഞ വകുപ്പ്. അടുത്തത്, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത് എന്ന് പരാമർശിക്കുന്ന ഈ നിയമത്തിലെ വകുപ്പാണ് 93C എന്ന് പറയുന്നത്. അപ്പോൾ 93C എന്ന് പറയുന്ന വകുപ്പ് സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങുകയോ അതുപോലെ തന്നെ കൊടുക്കുകയോ ചെയ്യരുതെന്ന് പരാമർശിക്കുന്ന നിയമത്തിലെ വകുപ്പാണ് 93C. നെക്സ്റ്റ്, നമ്മുടെ സർക്കാർ ഓഫീസുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സർക്കാർ ജീവനക്കാർ പുകവലിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് 93D. അത് ഓർത്തിരിക്കാനായിട്ട് ചെറിയൊരു സംഭവമുണ്ട്. അതായത് D എന്ന് പറയുന്നത് നമ്മൾ BD എന്ന് കണക്ട് ചെയ്താൽ മതി. BD എന്ന് പറയുന്നത് പുകവലിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ 93Dയിലെ D BD എന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ സർക്കാർ ഓഫീസുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സർക്കാർ ജീവനക്കാർ പുകവലിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ 93D ആണ്. അതിൽ ഓർത്തിരിക്കാനായിട്ട് BD എന്ന് കണക്ട് ചെയ്യുക, അത്ര തന്നെ. എനിക്ക് മനസ്സിലാക്കുന്ന, എനിക്ക് പെട്ടെന്ന് വരുന്ന ടിപ്സുകൾ പറഞ്ഞു തരാണ്. നിങ്ങൾക്കിതിൽ നന്നായിട്ട് നിങ്ങളുടേതായ കോഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് അത്രയും നല്ലത്. നിങ്ങൾക്ക് ഏതാ കംഫോർട്ടബിൾ അങ്ങനെ പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ്, സർക്കാർ ഉദ്യോഗസ്ഥൻ വീട്ടുജോലിക്കായിട്ട് 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെയും നിയമിക്കരുത് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 93E. അപ്പോൾ 93E എന്ന വകുപ്പ് പ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് തൻ്റെ വീട്ടുജോലിക്കായിട്ട് 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെയും നിയമിക്കരുതെന്ന് പ്രതിപാദിക്കുന്നു. നെക്സ്റ്റ്, ഒരു സർക്കാർ ജീവനക്കാരനും ഒരു സ്ത്രീയെ അവരുടെ ജോലി സ്ഥലത്ത് ലൈംഗികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് 93F. എന്ന് പറയുന്നത് ഫീമെയിലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരനും ഒരു സ്ത്രീയെ അവരുടെ ജോലി സ്ഥലത്ത് ലൈംഗികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ 93F. എന്ന് പറയുന്നത് ഫീമെയിൽ എന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ 5 വകുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 93B എന്ന് പറയുന്ന വകുപ്പ് എന്താണെന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർ അവരുടെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് പരാമർശിക്കുന്നു. അതുപോലെ 93C എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുതെന്ന് പരാമർശിക്കുന്ന വകുപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സർക്കാർ ഓഫീസുകളിലും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ പുകവലിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പോൾ അതിൻ്റെ നിയമം ചോദിച്ചു കഴിഞ്ഞാൽ 93D. അതിൽ D എന്ന് പറയുന്നത് നിങ്ങൾ BD ആയിട്ട് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ വീട്ടു ജോലിക്കായിട്ട് ഈ 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ നിയമിക്കരുതെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 93E. പിന്നെ പറഞ്ഞൊരു വകുപ്പാണ് 93F. അത് എന്താ സംഭവം എന്നുണ്ടെങ്കിൽ Fൽ തന്നെയുണ്ട്. ഫീമെയിൽ എന്നൊരു വേർഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു സർക്കാർ ജീവനക്കാരനും ഒരു സ്ത്രീയെ അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് 93F. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാനായിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്ക്. അപ്പോൾ അതിൽ നിന്നും എല്ലാ എക്സാമിനും ഈ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ എന്തായാലും വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.